എല്ലാ പുതിയ പരീക്ഷണങ്ങളും നമ്മൾ ആദ്യമായിട്ട് നടത്തി നോക്കുക നമ്മുടെ സ്വന്തം ഡ്രസ്സിൽ തന്നെയല്ലേ. അതെന്താന്ന് വെച്ചാലേ അതെങ്ങാനും ഫ്ലോപ്പായി പോയാലും കുഴപ്പമില്ല, നീ ട്രൈ ചെയ്യുന്ന നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുന്ന ആ ഒരു കോൺഫിഡൻസും മോട്ടിവേഷനും ഇല്ലേ, അതിൻ്റെ പുറത്താണ് കേട്ടോ നമ്മൾ നമ്മുടെ ഡ്രസ്സിൽ തന്നെ സ്വന്തമായിട്ട് പരീക്ഷണങ്ങൾ ചെയ്തു തുടങ്ങുന്നത്. അങ്ങനെ ഞാൻ എനിക്ക് തന്നെ കൊടുത്തിട്ടുള്ള ഒരു സെൽഫ് കോൺഫിഡൻസിന്റെ പുറത്താണ് ആദ്യമായിട്ട് പ്രിൻസസ് കട്ട് ബ്ലൗസ് തയ്ക്കുന്നത്. പക്ഷെ അത് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇതുപോലെ മെഷർമെന്റ്സ് ഒന്നും എടുത്ത് അടയാളപ്പെടുത്താൻ അറിയണ്ടായിരുന്നില്ല. ഒരളവ് ഡ്രസ്സ് എടുത്തിട്ട് അത് മടക്കി വെച്ചിട്ട് ഏകദേശം അതിന്റെ ആ ഒരു ഷേപ്പിൽ വരച്ചെടുത്തിട്ട് കട്ടയിലായിരുന്നു എൻ്റെ മെയിൻ പരിപാടി. അന്ന് ഞാൻ പ്രിൻസസ് കട്ട് ബ്ലൗസ് തയ്ച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാരി എടുക്കാനുള്ള ഒരു പ്രായമൊന്നും എനിക്ക് അന്ന് ആയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ ആ ഒരു കട്ടിങ് തന്നെ പട്ടുപാവാടേൻ്റെ ഒരു ടോപ്പ് തയ്ച്ചു. അന്നൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ആ ഒരു പട്ടുപാവാട തയ്ച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അന്ന് നടത്തിയിട്ടുള്ള ആ ഒരു പരീക്ഷണത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഈ ഒരു ഫോട്ടോ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. പിന്നീട് ഞാൻ ഒരുപാട് വട്ടം തയ്ച്ചു നോക്കി കുറേ മിസ്റ്റേക്ക് വന്നെന്നുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു മോട്ടിവേഷനും കോൺഫിഡൻസും ഒക്കെ കൊടുത്തുങ്ങാണ്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ. റെഡി ആയാലും ഇല്ലെങ്കിലും നമ്മുടെ ഡ്രസ്സല്ലേ, നമ്മൾ ആരും ഒന്നും പറയാൻ പോകണില്ലല്ലോ. അങ്ങനെ ചെയ്ത് റെഡി ആകുമ്പോൾ ലാസ്റ്റ് ഇതുപോലെ മെഷർമെന്റ്സ് ഒക്കെ എടുത്ത് നമുക്ക് അടയാളപ്പെടുത്തിയിട്ട് സ്വന്തമായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിന്റെ കട്ടിങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ അറിയിക്കണേ.